ഇളകിയിട്ടാണോ? ഇളക്കം കഴിഞ്ഞ് ഇനി അടുത്ത 18-ാം തീയതി ഇത് വണ്ടി റെഡിയാക്കി. 4 മുലയൊന്നും വരുന്നുണ്ടോ അതോ 3 മുലയെന്നുള്ളോ? 4 കൊടുത്തു. എനിക്ക് ഇവളെ തൊഴിക്കുന്നോണ്ട് എനിക്കൊരു പേടിയുണ്ട്. അല്ല, അമ്മതേ സംസാരിച്ചിരിക്കുന്നു. പാല് മേടിക്കാൻ ആള് വന്നു. പാൽ പൊടിയല്ലേ, പൊടി നെയ്യെടുത്തും പൊടി കട്ടി കൂടാൻ പാൽപ്പൊടി കല്ലോ. പാൽപ്പൊടി ഇത്രയും പേർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ, പിന്നെ അവരെന്ത്? അപ്പൊ ഈ പാലും ആ പാലും കൂടി കമ്പയർ ചെയ്യാൻ പോലും പാടില്ല. എന്തെന്ന് പറഞ്ഞാൽ അവർ വിഷയത്തിൽ നെയ്യെടുക്കുന്നു. അതുകൊണ്ടല്ലോ പിന്നെ അങ്ങനെയുണ്ട്, ശ്രീകുട്ടനുണ്ട്, പിന്നെ ഡിസിക്കുണ്ട് നെയ്യെടുക്കണ മെഷീൻ, പാച്ചൂട്ടിക്കുണ്ട് നെയ്യെടുക്കണ മെഷീൻ. അതാണ് ശ്രീകുട്ടൻ ചേട്ടൻ്റെ പാല്. ശ്രീകുമാർ ചേട്ടൻ്റെ പാലിനുണ്ടല്ലോ ടേസ്റ്റ് ഇല്ല. നെയ്യെടുക്കും അവരുടെ ഡിസിക്കുണ്ട്, പിന്നെ പാച്ചൂട്ടിക്ക്. അവരുടെ ഏത് സമയത്തും വെണ്ണയും പാലും ഒക്കെ വേണമെങ്കിലും തരാമെന്ന് പറയും. ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടനെ വെണ്ണയായിട്ട് പുറത്ത് ഇച്ചിരി കഴിയുമ്പോൾ അത് നെയ്യായിട്ട് പുറത്തോട്ട് വരും. നെയ്യായിട്ട് നമ്മൾ നെയ്യ് ഉരുക്കുന്നതായിട്ടാ? മെഷീനാണത്. അല്ല, മെഷീൻ അല്ല, നെയ്യ് ഉരുക്കുന്ന അതെനിക്കറിയാം. ആ മെഷീൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള. വെണ്ണയായിട്ടിട്ട് നമ്മൾ ഉറ വയ്ക്കണം. പച്ചപ്പാലിൽ നിന്ന് എടുക്കുമെന്ന്. പച്ചപ്പാലിൽ നിന്ന് എടുക്കും. ഈ പാൽ ഇപ്പുറത്തൂടെ കൊണ്ടുവന്ന് വിൽക്കും. അതാണ് ആ പാലിന് ടേസ്റ്റ്. ആ പാല് വെള്ളം പോലെ കിടക്കും. നമ്മുടെ ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ടിരിക്കും. ആവശ്യമുള്ളത് നാളെ ഈ സമയം വരെ ഇരിക്കും. ഈ സമയം വരെ ഒരിക്കലും വെക്കണം. വേറെ കറവക്കാരൻ ചേട്ടന്മാരെ അറിയാം ഏട്ടന്? എനിക്ക് ഒരുപാട് പേരെ അറിയും. കുറേ പേരൊക്കെ ചത്തുപോയി, കുറേ പേരൊക്കെ ഇപ്പോഴും ഉണ്ട്. കിഴക്കോട്ടൊന്നും മനോഹരൻ അമ്മയ്യ കിടക്കുന്നത്. പിന്നെ ഇപ്പം എല്ലാം ഇന്ത്യക്കാരല്ലേ എല്ലായിടത്തും കയറി കിടക്കണം. അതാണ് നമുക്കൊരാശ്വാസം ഉള്ളത്. ഇന്ത്യക്കാരൻ വരെ ചെയ്തു തരും. ചോറ കൂലിയുടെ കരളൊക്കെ തേച്ച് കിടക്കാൻ സൗകര്യമുണ്ട്. അവനവിടെ കിടന്നു. ഇതരാകുമ്പോൾ പകുതി കാശ് കൊടുക്കണം. 1000 രൂപ വേണ്ട, 200 രൂപ കൊടുക്കാം വെള്ളം അടിക്കുക. നടന്ന് കളിയാണ് മെഷീൻ. ഈ പറഞ്ഞോ ചൂടുപാട് കൊണ്ടുപോകാൻ ചൂടുപാട് കൊണ്ടുപോകാൻ
അടിമണിക്ക് ഇതൊക്കെ എന്തെങ്കിലും നിനക്ക് പാല് പിടിക്കാൻ ഇഷ്ടം പോലെ കാണുമോ? നിനക്കിന്ന് പാല് പിടിക്കാൻ ഇഷ്ടം പോലെ കാണും. അതെന്താ രാവിലെ പാലിലാണ്? രാവിലത്തെ പാലിപ്പായിരുന്നു. രാവിലെ പാല് പിടിച്ച് പശു കിടന്നു. ഈ മയില് പറ്റിയുടെ കോല, ഈ മയില് പറ്റിയുടെ കോല അതാണ്ട് കണ്ടി പശു പേടിച്ച് അവിടെ ഏതാണ്ട് ഒന്ന് ഒച്ചെടുത്തു. ആ വണ്ടി ഉണ്ട് അവിടെ. ആ ഇവർക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്, തൂറോളം പേടിയാണ്. ഞാൻ റോഡേ അഴിച്ചു കിട്ടുമ്പോഴേ വണ്ടി അന്നേരം റോഡേ വണ്ടിയില്ലേ, മറ്റേ റോഡ് പൊളിഞ്ഞ് കിടക്കുക. ഒരു ബൈക്ക് പോയാൽ മതി. ആ ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ട് നടക്കുന്നു. അതിനെന്തെങ്കിലും വേണ്ട. അത് ഇങ്ങനെ കിടന്നാൽ മതി. അവരെ അയ്യെ പിടിച്ച് അവിടെ നിർത്തണം. അങ്ങനെ പശു ചെയ്തിട്ട് വരിക അന്നേരം ഇവിടെ നിർത്തണം. പണിയത്തില്ല ഈ പതൊക്കെ കറന്നെടുക്കണം. ഇത് വലിയ സിമ്പിൾ പണിയാണ്. ഇത് ഈ പറഞ്ഞ പോലുള്ള പണിയാണ്. ഈ കൈ ഉണക്കരുത്, നനക്കണം. ഈ ഉണക്കുമ്പോൾ അവർക്ക് നോക്കും. ആണോ? ഈ നനവ് വേണം. ഈ ഏത് ശാന്തിക്കാരൻ്റെ കൂടെ ശാന്തിപ്പണി പഠിക്കാൻ പോയി? അത് എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ യൂട്യൂബിൽ കണ്ടു പോയതാണ്. ഏത് അമ്പലത്തിരിക്കാൻ? എല്ലാ അമ്പലത്തിലും പോകുമായിരുന്നു. ബ്രാഹ്മണനാ? ആ ബ്രാഹ്മണനാന്നാ പറഞ്ഞത്. പേരെന്താണ് അയാൾ? വിഷ്ണു പൂജാരി. വിഷ്ണു പൂജാരി എന്നാ പേര്. പോറ്റിയിലും എത്ര നാൾ പഠിച്ചു? 1 മാസം. നല്ല നീളം വെക്കുന്നുണ്ടല്ലോ. താഴെ മുട്ടുമ്പോൾ മുറിച്ച് കളഞ്ഞു. ഇത് പേരുണ്ടാവും. ഞാൻ പറഞ്ഞ അമ്മ കേൾക്കത്തില്ല. പാല് കുത്തുന്നത് അങ്ങനെ കുഞ്ഞുകൊണ്ട് ഈ തേൻമുക്കേണ്ട കയറി വേഗം കയറുമ്പോൾ പശു പാലെടുത്ത് വെച്ച് കടിച്ച് കളിച്ച് 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 ഈ ഉള്ള രോമമൊക്കെ പോകും. തേൻ കടിക്കുമ്പോൾ പശു കടിക്കും പാലെടുത്ത്. അത് ആ രോമം എല്ലാം പോകും. അവന് തുമ്മൽ കുറഞ്ഞു. അനിയനെന്താണ്? ഇത് ഈ കറക്കടത്തിട്ട് കൊടുത്ത് വളരെ അഭിപ്രായം പറഞ്ഞു. ഇത് കാണിച്ചിട്ട് വലിയ അഭിപ്രായം പറഞ്ഞ ആരും ഒന്നും പറഞ്ഞില്ല. ഈ വെറുതെ ഒപ്പം പിടിച്ച് കാണിക്കുന്നത്. കൊണ്ട്